അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ ചെറുപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബികൾ, എന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തരൂർ പഞ്ചായത്ത് പഴമ്പാലക്കോട് എന്ന ഭാഗത്താണ്. മാത്രമല്ല മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു 250-300 മീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം. ബസ് റൂട്ടിൽ നിന്ന് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഒരു വീട്, 11 സെൻറ്റ് സ്ഥലം, അതിനോട് ചേർന്ന് 1980 സ്ക്വയർ ഫീറ്റ് 5 ബെഡ്റൂമുള്ള വീട്. ഇതിൻ്റെ വില ഞാൻ ആദ്യം പറയുകയാണ് എൻ്റെ ഹബീബിങ്ങളെ. വെറും 33 ലക്ഷം രൂപ. നെഗോഷ്യബിൾ ഇല്ല എന്ന് തീർത്തും പറയാം. കാരണം ഫൈനൽ റേറ്റ് ഇടുന്നത് നമ്മൾ. കാരണം നമ്മുടെ ചാനലിൽ വരുന്ന ഹബീബിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടണം. 11 സെൻറ്റ് സ്ഥലം, നല്ല ചുറ്റും മതിൽ, കാര്യങ്ങൾ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു വീടാണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാം. എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകളെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. ഇതൊരു പ്രവാസിയുടെയാണ്. അപ്പോൾ വിൽക്കൽ അർജൻ്റ് ആയതുകൊണ്ടാണ് 40 പറഞ്ഞ വീടാണ് 33 നമ്മൾ എത്തിച്ചിരിക്കുന്നത്. ഇനി കമ്മിയാക്കാൻ വയ്യ. ഇത് ലാസ്റ്റ് പ്രൈസാണ്. ഇൻഷാ അല്ലാഹ് ഫുള്ളായിട്ട് A to Z വരെ കാണി. അപ്പോൾ പഴമ്പാലക്കോട്ട് നിന്ന് നമ്മൾ തിരുവില്ലാമലയ്ക്ക് വരുന്ന ബസ് റൂട്ടിൽ നിന്ന് ഈ റോഡ് വരുന്നത്. ഇവിടുന്ന് ഒരു 300 മീറ്ററാണ് നമുക്ക് ഏകദേശം കാണുന്നത്. 4 പുറം വീടുകൾ കേട്ടോ, ഒരുപാട് വീടുകളുള്ള ഏരിയ, നല്ല തിരുവനന്തപുരം വീടുകളുള്ള ഏരിയ. ഇതാണ് ചുറ്റോട് ചുറ്റും മതിലുള്ള ഏരിയ കേട്ടോ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. 1980 സ്ക്വയർ ഫീറ്റാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതിന് വെറും വിലയുടെ പറഞ്ഞത് ആദ്യം തന്നെ ഞാൻ അതുപോലെ തന്നെ ഇവിടെ നല്ല പൂങ്കാവനമായ തോട്ടം, കവുങ്ങും തെയ്യൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്ങ കണ്ടില്ലേ കണ്ടോ, നല്ല മാങ്ങ. ഇതുപോലുള്ള മാവ് കുറേ ഉണ്ട് കേട്ടോ. അത് ഫുള്ള് മാവാണ് കാണുന്നത് നമ്മൾ കണ്ടോ. അതിനൊക്കെ പ്രത്യേകം നമുക്ക് നനയ്ക്കാനുള്ള സൗകര്യം, വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റും മതിൽ കാര്യങ്ങൾ, കോമ്പൗണ്ട് വളരെ കറക്റ്റ്. ഇവിടുന്ന് ആ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു കൊടുത്താൽ, ആ വീടിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കും. ഈ സൈഡ് മേലക്കൊന്ന് കാണിച്ചു കൊടുക്കും. നല്ല വീടാണ് കേട്ടോ. 5 ബെഡ്റൂമാണ് ഈ വീട്ടിൽ കിടക്കുന്നത്. 2 നല്ല സൂപ്പർ വീട് കണ്ടോ. വീട് കയറ്റുന്ന കാശ്, സ്ഥലം ഫ്രീ, സൗജന്യമായിട്ടാണ് കിട്ടാൻ പോകുന്നത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് കടന്നാൽ ഇവിടെ മാവ് ഇതുണ്ടോ. ഇവിടെയൊക്കെ മാവുകളാണ് കേട്ടോ കണ്ടോ. ഈ മാവുമിലൊക്കെ നോക്കി നല്ല മാങ്ങയുള്ള ടൈമിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തെങ്ങ്, ഇവിടെ ഉണ്ടൊരു മാവ് കേട്ടോ. ഇതെന്താ മാവ് ഹൗസോ. ഇതാ തെങ്ങ്, മുരിങ്ങ കണ്ടോ, ചുറ്റും മതിൽ, നല്ല കോമ്പൗണ്ട്, ഹാള് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാഹനം 3-4 വാഹനം നിർത്താനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷീറ്റ് ഇട്ടുണ്ട്. സൗകര്യങ്ങൾ ഏറെയാണ് അഭിപ്രായങ്ങളെ. ഇതാ നല്ലേ എല്ലാ ഭാഗവും ഒന്ന് കാണി. ഇതാ അവിടെ തെങ്ങുണ്ട് കേട്ടോ. 4 പുറം വീടുകളുണ്ട്, തെങ്ങുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ നിന്ന് ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ, ഇതാ ഈ അടുക്കള ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക് ആണോ. മേലെ റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഷീറ്റുണ്ട് മേലെ വീടിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ അവിടെ തെങ്ങുണ്ട്, ബാത്റൂമുണ്ട്. കാരണം ഇത് കുറേ കാണിക്കാനുള്ളതുകൊണ്ടാണ് കുറച്ച് കാണിക്കുന്നുണ്ട്. അവിടെ അലക്കല്ല് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പുറത്ത് ബാത്റൂം. ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും. ഇവിടെ ഒരു തെങ്ങുണ്ട് കണ്ടില്ലേ. അതുപോലെ തന്നെ ബാക്കിൽ സ്ലാബ് മതിലുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഉള്ളിലേക്കൊന്ന് കിടക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡില്ലേ സ്ലാബ് മതിലുണ്ട്. പിന്നെ തൊട്ട് വീടുകളാണ് കേട്ടോ. ഇതാ ആ ബാക്ക് സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ, വീടിൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ, എല്ലാ ഭാഗം കണ്ടില്ലേ. ഇനി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിൽ 5 ബെഡ്റൂം ഉണ്ട്. മാത്രമല്ല ഇവിടെ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതിലുള്ളത് ഓൾറെഡി കുഴൽ കിണറാണ്. സാധാ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ്. അപ്പോൾ നമുക്ക് നല്ല സിറ്റ് ഔട്ട്, അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടി ഒരു 8-10 പേർക്ക് ഇരിക്കാനുള്ള സിറ്റ് ഔട്ട് ഉണ്ടോ. ഇതാ ഇവിടെ 3-4 ആൾക്ക് ഇരിക്കാം. അതുപോലെ തന്നെ ഇവിടെ 4 ആൾക്ക് ഇരിക്കാം. അങ്ങനെ നമുക്ക് ഡോറും തുറന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാൾക്കാണ് കിടക്കുന്നത്. ഇതാ ഡോറും കുഴപ്പമില്ല കേട്ടോ. ഈ ഡോറൊക്കെ ഇത് കണ്ടല്ലേ കണ്ടില്ലേ. നല്ല മരം കൊണ്ട് നല്ല ജനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ വലിയൊരു ഹാള്, നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള വലിയൊരു ഹാളാണ് കേട്ടോ. 2 കുട്ടികൾ അപ്പുറത്തപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പന്ത് ഇങ്ങനെ തട്ടി കളിക്കാം, ബോൾ അങ്ങനെ കണ്ടോ. സൗകര്യങ്ങളൊക്കെ അറിയാം. മേലെ കളിച്ചു നല്ല പണിയതൊക്കെ കേട്ടോ. അല്ലാ ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്താ മാഷാ അല്ലാ കേട്ടാ കണ്ടോ. എന്താ വീടിൻ്റെ ഇതൊക്കെ എവിടുന്ന കിട്ടിയ ഈ വിലക്ക്. ഇനി നമുക്ക് ഓരോ ബെഡ്റൂം കാണാം. വരി. ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം. അതിന് കോമൺ ബാത്റൂം ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്, കോമൺ ബാത്റൂമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറ്റാച്ച് വേണമെങ്കിൽ റൂമിൽ നിന്ന് നമുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് കേട്ടോ. 12 വർഷമാണ് വീടിൻ്റെ പഴക്കം. മുകളിലാണെങ്കിലോ 4 വർഷം. കാരണം നമ്മൾ പഴക്കം അറിയണത് നമ്മൾ പറഞ്ഞു തരും. ഇവിടുന്ന് എന്ത് ചെയ്യുക, ഇവിടുന്ന് വേണമെങ്കിൽ അറ്റാച്ച് ബാത്റൂം ആക്കാം, അതിനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം.
ഒരു അലമാര കട്ടിലോ ഒരു കെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പേസ് ബാക്കിയാണ്. നല്ല ടൈൽസ് നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു ബെഡ്റൂം കൂടി പോകാം നമുക്ക്. ഈ ഹാളിൽ നിന്ന് ഇങ്ങനെയാണ് ബെഡ്റൂമിലേക്ക് പോവുക. ഇവിടെ ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ, ആർച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിളാണ് വരിക. ഈ ഭാഗത്ത് ഡൈനിങ് ടേബിൾ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇനി ഒരു ബെഡ്റൂമിൽ പോവുക. ഇതാണ് ഒരു ബെഡ്റൂം കണ്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ബെഡ്റൂമിൽ ഇവിടെ ബാത്റൂം ഓൾറെഡി ഇല്ല, കോമൺ ആണ്. വേണമെങ്കിൽ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബികളെ. അതുപോലെ തന്നെ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ കിച്ചണിലേക്ക് കിടക്കുന്നുണ്ട്. കിച്ചണും സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കണ്ടോ. നല്ല സൗകര്യമുള്ള വലിയ കിച്ചൺ തന്നെയാണ് കേട്ടോ. അതിൻ്റെ പുറമെ തന്നെ നമുക്കിവിടെ സ്റ്റോർ റൂം കണ്ടോ. എന്താണോ സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ സാധനങ്ങളൊക്കെ വെക്കാൻ സ്റ്റോർ റൂം കാര്യങ്ങൾ നല്ല സെറ്റപ്പിലാണ്. ടൈൽസ് ഒക്കെ ഇട്ട് അടിയിലും ഗ്യാപ്പ് സ്ഥലമുണ്ട് കേട്ടോ, നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വെക്കാൻ സൗകര്യങ്ങൾക്കൊക്കെ ഇതാ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഈ ബാത്റൂം ആണെങ്കിൽ നമുക്ക് അറ്റാച്ച് ആക്കാം, ഈ റൂമിനോട് അനുബന്ധിച്ച് അറ്റാച്ച് ആക്കാം ഇതാ. അപ്പോൾ നമ്മുടെ കുറവ് കാണുന്നത് ഇവിടെ എന്താ വെച്ചാൽ ബാത്റൂം അറ്റാച്ച് അല്ല എന്ന് മാത്രമാണ്. ഇത് പുറത്തുള്ള എൻട്രൻസ് ആണ്, പുറങ്ങൾ കണ്ടല്ലോ. അപ്പോൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാ ഫുള്ള് നല്ല ടൈൽസ് ആയിട്ട് കേട്ടോ. ഇത് 4 വർഷമായി മേലേക്ക് എടുത്തിട്ട് കേട്ടോ. മൊത്തം നമുക്ക് വീടിൻ്റെ പഴക്കം 12 വർഷം. മാത്രമല്ല നല്ല വീടാണ് ഇതാ കണ്ടില്ലേ. നല്ല വലിയൊരു ഹാള്. അതുപോലെ തന്നെ നമുക്ക് 2 ബെഡ്റൂം ഇവിടെ. അതും കൊടുത്തിരിക്കുന്ന കോമൺ ബാത്റൂമാണ്. 2 കട്ട്ലി റൂമിലുണ്ട്, ഒരു അലമാര ഉണ്ട്, എന്നിട്ട് സ്പേസ് ബാക്കിയാണ് കണ്ടോ. കണ്ടോ ഹബീബിങ്ങൾ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണം, ഇതൊന്ന് ഷെയർ ചെയ്യണം. പഴമ്പാലക്കോടാണ്. പഴമ്പാലക്കോട് എവിടെയെന്ന് വെച്ചാൽ തരൂർ പഞ്ചായത്തിലാണ്. തരൂർ പഞ്ചായത്ത് എവിടെ വെച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. ആലത്തൂർ വടക്കഞ്ചേരി എന്നൊക്കെ വരാൻ എളുപ്പം അവിടെ കിട്ടാം. അതേമാതിരി തൃശ്ശൂർ ജില്ലാ ബോർഡർ ഇവിടെ അടുത്താണ് കേട്ടോ. നമുക്ക് തിരുവില്ലാമല ഇവിടെ അടുത്താണ്. തിരുവില്ലാമല പഴമ്പാലക്കോട് ബസ് റൂട്ടിൽ നിന്ന് ആകെയുള്ള ദൂരം ഒരു 300 മീറ്ററാണ്. അപ്പം നമുക്ക് ഇവിടെ 2 ബെഡ്റൂം, ഒരു കോമൺ ബാത്റൂം. അതിൻ്റെ പുറമെ ഇതാ വീടിന് പുറത്തേക്കൊണ്ട് വരും. ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കാണുമ്പോഴാണ് ഈ വീടിൻ്റെ കേട്ടോ. ഇതാണ് ബാൽക്കണി തന്നെ. അതുപോലെ തന്നെ ഇവിടെ ഷീറ്റ് ഉണ്ട്, അത് കാണിച്ചു കൊടുക്ക് കേട്ടോ. തുണി അലക്കിയിടാൻ അതാണ്. തേങ്ങയൊക്കെ ഉണ്ടാണ് ഒട്ടിക്കണ അവിടെ. തേങ്ങ കൊപ്പറ ആട്ടിയിട്ടാണ് വെള്ളമൊക്കെ ഷീറ്റ് ഇട്ടിട്ട്. അതുപോലെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണി എന്താണ് ഭംഗി ഇതിൻ്റെ. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വൈകുന്നേരം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുത്ത കാശ് മോലായി കേട്ടോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വീട് കണ്ടു, വീടിൻ്റെ പരിസരം കണ്ടു അല്ലേ. ഇത് 11 സെൻറ്റ് സ്ഥലം, നല്ല മാങ്ങാത്തോട്ടം കണ്ടോ. അതേമാതിരി തെങ്ങ്, നല്ല കായുള്ള തെങ്ങ് കണ്ടെങ്കിൽ ഓരോ തെങ്ങും കായ. അതുപോലെ 4 ഗുണം വീടുകൾ. ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് പോയി വരാനുള്ള സൗകര്യം വെറും 300 മീറ്റർ. എല്ലാ വാഹനവും നമ്മുടെ മുറ്റത്തെത്തും. ഒരു 4-5 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ 1980 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത്. 11 സെൻറ്റ് സ്ഥലമാണ്. ഫൈനൽ റേറ്റാണ് 33. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഒരു 35 മേടിച്ചേരിയെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ 33 നെഗോഷ്യബിൾ ഇല്ലാണ്ട് തന്നെ ചെയ്യുക, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഏത് കണ്ണട്ട് ഓട്ടന് വന്നാലും ഈ വീട് വാങ്ങാം. കാരണം എന്താ 1950 സ്ക്വയർ ഫീറ്റ് 80 സ്ക്വയർ ഫീറ്റ് കെട്ടിയുണ്ടാക്കാൻ എത്ര വീട് വരുന്നുള്ളത് നിങ്ങൾ നിങ്ങളറിയുന്ന ഒരു കോൺട്രാക്ടറിനോട് ചോദിക്കാം. പിന്നെ സ്ഥലത്തിൻ്റെ വില അത് എത്രയത് ഇവിടെയും വന്ന് അന്വേഷിക്കാം. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വില 50 എത്തുന്നുള്ളത്. അപ്പോൾ 50 വേണ്ട, ഇത് അർജൻറ്റ് ആയതുകൊണ്ടാണ്. ഇതൊരു പ്രവാസിയാണ്. അപ്പോൾ നിങ്ങൾ ലോണുണ്ടോ? ലോണൊന്നും ഇല്ല കേട്ടോ. ഞാൻ അയച്ചിട്ട് ഇവിടെ വന്ന് ചവിട്ടാനും കുത്താനും നിൽക്കണ്ട. ഇത് നമ്മൾ ഫൈനൽ റേറ്റാണ് പറയുന്നത്. ചില ബാധ്യതകൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ അത് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ 5 ബെഡ്റൂം സൗകര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നു. ആ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നവർക്ക് 2000 ഉറുപ്പിക ഉണ്ട് എന്നുള്ളത്. ചിലരതിൽ കമാൻഡ് കിട്ടുന്നുണ്ട്, ഇത് കിട്ടുവാണാവോ. കിട്ടും. നമ്മൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തോലെ തിരഞ്ഞെടുത്ത് 10 ആൾക്ക് കിട്ടും. നമ്മൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കും ഞാൻ. അത് നിങ്ങൾക്ക് അതേ ചാനലിൽ കാണാം. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ഒന്ന് നോക്കുക. സെയ്ദലവി വാഴൂർ, സെയ്ദലവി ചെർപ്പശ്ശേരി, ബിസ്മി റിയൽ 3 ഫേസ്ബുക്ക് ഐ ഡി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കാണാൻ. എൻ്റെ ഒരുപാട് പ്രോപ്പർട്ടി അതിലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബുകളും ഇത് ഷെയർ ചെയ്യണം. വെറും 33 ലക്ഷം ഉറുപ്പ്യക്ക് നെഗോഷ്യബിൾ ഒന്നുമില്ല. നമുക്ക് തരേണ്ട ഒരു 8% കമ്മീഷൻ, 8%. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മഹസ്സലാമ.